സർവകലാശാലയാണ് ജോഷി സാർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ. 70 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോലും കിരീടവും വെച്ച് ഈ കാമാക്ഷിപുരം ഭരിച്ചിരുന്ന നാടുവായി. ജോഷി സാറിന്റെ കൂടെ ഒരു പടം ചെയ്യാന്നുള്ള നാഷണൽ അവാർഡ് കിട്ടിയ പോലെയാണ്. ഇവന്മാരെക്കാളൊക്കെ വലിയ പുള്ളിയാ ഇവനൊക്കെ ഒന്നും ആന്റണി ആന്ത്രപ്പ്. ജോഷി സാറിന്റെ സിനിമ ചെയ്യുക എന്ന് പറയുന്ന ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹം. അപ്പൊ ഞാൻ ലോഹിദാസിന്റെ കൂടെ ഉണ്ടായിരുന്നു, ലോഹി സാറിന്റെ കൂടെ. ലോഹി സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിക്കുക എപ്പോഴും കുറെ ആളുകളുടെ ഇവിടെ സിനിമ ചെയ്തിട്ടുണ്ടല്ലോ, ഏറ്റവും ഇഷ്ടമുള്ള സംവിധായകൻ ആരാധന. സാർ ഒന്നും ലോഹി സാറ് പറയുന്നുണ്ട്, ജോഷി. പിന്നെ അതിലും വലിയ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റില് ഒരു വാക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് മാറ്റി കൊടുക്കണം. നോർമലി കുറെ സംവിധായകർ കണ്ടിട്ടുണ്ട്, അവര് മാറ്റി എഴുതുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു വാരി മാറ്റി എഴുതിപ്പില്ല. ജോഷി സാറായിട്ട് എത്ര നാളത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു? ഭയങ്കര നിങ്ങള് കണക്ഷൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. എത്ര നാളത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നത്? ജോഷി സാറുമായിട്ടൊരു എനിക്ക് തോന്നുന്നു 10-14 കൊല്ലമൊക്കെ മിനിമം ആയിട്ടുണ്ടാവണം. ഞാൻ കൃത്യമായിട്ട് നോക്കുന്നില്ല, കുറെ വർഷമായി അങ്ങനെയൊക്കെ നോക്കിയാൽ. എന്താ പറയാ ജോഷി സാറിനെ പറ്റി? അല്ല, എനിക്ക് ജോഷി സാറിന്റെ കാര്യത്തിൽ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 100-ന്റെ പടമായിട്ടുണ്ടാവും. അതില് 95-90 പടവും ഹിറ്റായിരിക്കും, സൂപ്പർ ഹിറ്റായിരിക്കും. ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് മലയാളി ഏറ്റവും കൂടുതൽ ഇന്നും നമ്പർ 1. എത്ര പടം നരൻ, ഒത്തിരി പഴയ കാലത്ത് ജയന്റെ മൂർഖൻ എന്ന് പറയുന്ന ഒരു സിനിമ തുടങ്ങിയിട്ടാണ് 2020 റീ റിലീസ് ചെയ്യാൻ ആൾക്കാർക്ക് ഇപ്പോഴും ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. ജയൻ, നസീർ തുടങ്ങി, നസീർ സാറ്, ജയൻ സാറ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി സോമൻ സാറ്, സോമേട്ടുണ്ട്, സുകുമാരൻ ചേട്ടൻ, അങ്ങനെയുള്ള എല്ലാവരെയും സൂപ്പർ സ്റ്റാറിലേക്ക് എത്തി. അവസാനം ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, നമ്മുടെ ദിലീപ്. എനിക്കോട് ദിലീപിനെ ഒരു ആക്ഷൻ റൺവേ ആണെന്ന് തോന്നുന്നു അല്ലെ? അത് ദിലീപിനെ കൊണ്ട് അങ്ങനെ ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇപ്പൊ ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. പിന്നെ അവസാനം പൊറിഞ്ചു വരെ ജോജു എന്ന് പറയുന്ന ഒരു നടന്റെ ഏറ്റവും ലാസ്റ്റ്. അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര സ്റ്റാറുകളെ മലയാള സിനിമയ്ക്ക് വെറൈറ്റി ലെവലിൽ കുറെ സ്റ്റാറുകളില് സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, ജോഷി സാർ എന്ന് പറയുന്ന ഒരാള് ഒരു ക്യാരക്ടർ, ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ നമ്മൾ എത്ര ബന്ധമുണ്ടായിട്ട് കാര്യമില്ല. പുള്ളിയുടെ മനസ്സിൽ ആ ക്യാരക്ടർ ചെയ്യാൻ ഇന്ന ആർട്ടിസ്റ്റാണ് റെഡി എന്ന് പറഞ്ഞാൽ അയാളെ വെച്ച് തന്നെയാണ് ചെയ്യുള്ളൂ. അതിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള, അയ്യോ അവൻ എൻ്റെ അടുത്ത ഫ്രണ്ടാണല്ലോ, ആ ക്യാരക്ടർ അവനെ കൊണ്ട് ചെയ്യിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയേ ഇല്ല. സിനിമയിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ആ കാര്യത്തിൽ. അപ്പോൾ ഞാൻ എപ്പോഴും വളരെ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുള്ള ഈ ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഈ ഒരു മനുഷ്യന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഇതുവരെ സർക്കാർ ലെവലിൽ ഒരു പുരസ്കാരം കിട്ടിയിട്ടില്ല. ഇവിടെ ആദ്യത്തെ ഒരു പടം ചെയ്യുന്നതിന് ഒരു പുരസ്കാരവും കിട്ടിയിട്ടില്ല. ഇത്രയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മൂവീസിൽ എല്ലാം ഒരു സർക്കാർ പുരസ്കാരമോ ഒരു ആദരവോ വേറെ ഒന്നും ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല. എനിക്കൊക്കെ ഭയങ്കര കൂടെ നിൽക്കുമ്പോൾ ഒരേ സ്റ്റേറ്റ് അവാർഡ് വരുമ്പോഴൊക്കെ ഒരു അവാർഡും ഇല്ല. ടെലിവിഷൻ പുള്ളി അങ്ങനെ ഇല്ല. പുള്ളി ഒന്നും ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഇൻ്റർവ്യൂ ഇല്ല. ഓൺലി പുള്ളിയുടെ ക്രാഫ്റ്റ് മാൻ. അതുകൊണ്ട് മാത്രം ജനങ്ങളിലേക്ക് എത്തിയ സംവിധായകനാണ്. ഡയലോഗില്ല, ഒരു കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല. പുള്ളിയുടെ മനസ്സിലുള്ള പല കാര്യങ്ങളുമുണ്ട്. എത്ര റൈറ്റേഴ്സിനെ കൊണ്ടിരിക്കുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ എത്രയോ പേരുണ്ടല്ലോ നമ്മുടെ സിനിമയിലെ റൈറ്റേഴ്സ്. അവരെല്ലാം പുതിയ തലമുറയിലെയും പഴയ തലമുറ. ഡെന്നീസ് ജോസഫ് സാറ് എന്ന് പറയുന്ന നമ്മളെല്ലാം വളരെ ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹം ജോഷി സാറിൻ്റെ പടങ്ങളെല്ലാം ഭയങ്കര ഹിറ്റല്ലേ അവർ. ശരിക്കും ഡെന്നീസ് ജോസഫ് സാർ എന്ന് പറയുന്ന ഒരു ആളെനെ ഇതുപോലെ ആക്കിയെടുത്തൊരു സംവിധായകനാണ് ജോഷി സാർ ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ പലപ്പോഴും ഇതിൻ്റെ കുസൃതി ചോദ്യം വേറെ ഉണ്ടായിരുന്നു. ഞാനൊരു ദിവസം സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സാറാണല്ലോ ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന ഒരാളെ ഇത്രയും ലെവലിലെത്തി, അദ്ദേഹം ഇപ്പം മരിച്ചു, ജീവിച്ചിരിക്കുന്നില്ല. ഞാനിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, പക്ഷേ ജോഷി ചതിച്ചാശാനെ ഈ ഒരു വാചകം എഴുതിയതും ഡെന്നീസ് ജോസഫ് സാറ്. ഞാൻ വെച്ചാൽ അതെന്താ അങ്ങനെ ഒരു എഴുതാൻ കാരണം? കാരണം അതൊരു സിനിമയിൽ ജോഷി അച്ഛനെ സിനിമക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടാണോ? നമ്മുടെ ഒരു കുസൃതിക്ക് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നി എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ പുള്ളി ഇങ്ങനെ ചില സ്വകാര്യ നിമിഷങ്ങളിൽ പലരോടും അത് പങ്കുവെച്ചതായിട്ട് എനിക്കറിയാൻ പറ്റും. പക്ഷെ ഇതുവരെ ജീവിതത്തിൽ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായോ എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരു കാര്യവും അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിലോ, പക്ഷെ എനിക്ക് പലപ്പോഴും ഈ ജോഷി ചതിച്ചാശാനെന്ന് ചെറിയ കുട്ടികൾ വരെ പറയുന്നൊരവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ തിരിച്ച് എം ടി ചതിച്ചാശാനെന്ന് ഒരാൾ എഴുതില്ല, എം ടി സാറിന്റെ കൂടെ വന്നാൽ ഇല്ല, വേറൊരാൾ ചതിച്ചാശാൻ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം വെച്ചാൽ എന്തുകൊണ്ടാണോ എഴുതിയെന്ന് അറിയില്ല. ഡെന്നിസ് ജോസഫ് സാറ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പക്ഷെ അങ്ങനെ ഒരു ഡയലോഗ് എനിക്ക് സങ്കടം തോന്നും. പക്ഷെ സാധാരണ ചിലപ്പോൾ നോർമലി ഒരാൾക്ക് അത് വളരെ രസമായിട്ട് എടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സാറിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് അത് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി അങ്ങനെ അതൊരു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, അപ്പം ഞാൻ ഇപ്പം എനിക്കെതിരെയാണ് ഇത്രയും കൊണ്ടുവന്ന ഒരാളെ എഴുതിയാൽ ഞാൻ ഉറപ്പായിട്ടും അവനെ പരസ്യമായിട്ട് ചിലപ്പോൾ പറയും നിനക്ക് എന്തിനൊക്കെ പ്രശ്നമായിരുന്നു എന്ന് ചോദിക്കില്ലേ? ഉറപ്പായിട്ടും നമ്മൾ ചോദിക്കും. അപ്പോൾ എനിക്കറിയാൻ പാടില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നമുക്ക് പറയാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോഴും. സാർ, ഇന്ന് ജോർജ് സാറിന്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഗൂഗിളിൽ കണ്ടായിരുന്നു, ജൂലൈ 18. അപ്പോൾ എന്താണ് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ജോർജ് സാറിനെ കണ്ടോ? ജോഷി സാറിനെ കാണാറുണ്ടല്ലോ എല്ലാ ദിവസവും, അതിൽ പ്രത്യേകത ഇല്ല. എന്താണ് അപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് സാറിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇപ്പോൾ നോർമലി അനൗൺസ് ചെയ്ത് വന്നിട്ടുണ്ട്. സാറിന്റെ പുതിയ സിനിമയുടെ അനൗൺസ്മെന്റ് ആണ്. വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. കാരണം സാർ ചെയ്തതിൽ വലിയ ഫൈറ്റും ഗംഭീര സംഭവമായിട്ടുള്ളൊരു സിനിമയാണ്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ ഇതാര് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല സാറിന്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇത് അതിൻ്റെ കാര്യങ്ങളും ഫൈനലായിരുന്നു. അപ്പോൾ സാറിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഇത് പുറത്തു വിടാം, കുറച്ച് ദിവസമായിട്ട് നമ്മളത് അതിൻ്റെ പ്രൊഡ്യൂസറും ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് നമുക്ക് ബർത്ത്ഡേയുടെ അന്ന് സാറിന് കൊടുക്കുന്നൊരു ഇതായിരിക്കണം നമുക്കെന്ന് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന സിനിമ നടനാണ്. നായകൻ. അതെ, ഇതാണ് കാരണം. ജോഷി ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു കോംബോ എല്ലാവരും ആഗ്രഹിക്കുന്ന ആദ്യമായിട്ട്. അതുമല്ല, ഉണ്ണിയും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. ജോഷി സാറും ഇന്ത്യയിൽ മൊത്തം മലയാളികളെ എവിടെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മലയാളി എന്നല്ല എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷയിലും ജോഷി സാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പലപ്പോഴും എവിടെ ചെല്ലുമ്പോഴും എനിക്ക് തോന്നുന്നു പുറത്ത് എവിടെ ചെല്ലുമ്പോഴും തമിഴ്നാട്ടിൽ എവിടെ ചെല്ലുകയാണെങ്കിലും ജോഷി സാറിൻ്റെ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ കിട്ടുന്ന റെസ്പെക്റ്റ് ഭയങ്കര. അത് അപ്പോൾ ആ ഏറ്റവും നല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടുമാണ് ഉണ്ണി. ചെറുപ്പം മുതലേ അവൻ ലോഹിദാസിൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയതാണ് ഉണ്ണി മുകുന്ദൻ. അപ്പോൾ അത് കാരണം എനിക്ക് ഈ കോംബോ ഞാൻ കുറെ കൊല്ലമായിട്ട് ജോഷി സാറിന്റെ കൂടെ ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പക്ക. എനിക്ക് തോന്നുന്നു നമ്മൾ പടം തുടങ്ങി അവസാന ക്ലൈമാക്സ് വരെ ഒരിണക്കമില്ലാതെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു സിനിമയായിരിക്കും. പക്ക എന്താ പറയുക, നമ്മൾ വാണിജ്യ സിനിമ എന്നൊക്കെ പറയുന്നതിന്റെ ഏറ്റവും വീക്ക് പോയിന്റ്, ഏറ്റവും വീക്കിലുള്ള ഒരു സിനിമ. അല്ല, വെയിറ്റ് ചെയ്യുന്നതിനുള്ള സിനിമ ഉണ്ടാവും. വേറെ കാരണം ഭയങ്കര ബഡ്ജറ്റും ഉണ്ട്. പിന്നെ ജോഷി സാറിന്റെ കാര്യം അറിയാമല്ലോ, സിനിമയുടെ ബഡ്ജറ്റൊന്നും സാർ ആദ്യം ഇടില്ല. എനിക്കിത് ഷൂട്ട് ചെയ്യാൻ ഇന്നൊക്കെ വേണം, ഉള്ള പ്രൊഡ്യൂസർ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ നിൽക്കാവുന്ന ഒരു പ്രൊഡ്യൂസർമാരാണ് വരുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞൊരു പ്രൊഡ്യൂസറും ഈ സംഭവം നമ്മൾക്കിപ്പോൾ ഉണ്ട് ഈ സിനിമയിൽ. അതാണ് ഏറ്റവും വലിയ സാറിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് സാറ് നമുക്ക് തരാൻ പോകുന്ന ഒരു ബർത്ത്ഡേ പ്രസന്റ് ഈ സിനിമയായിരിക്കും. അപ്പം അത് ആദ്യമായിട്ടൊക്കെ ബർത്ത്ഡേക്ക് ഒരു മൂവി പ്രസന്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടോ. ഞാൻ വെച്ച് കേക്ക് കിട്ടിയാണോ പാർട്ടിയാണോ ഫിലിമാക്കി ഇതൊന്നുമല്ല. ഓക്കെ. അല്ല, പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ പ്രത്യേകത എന്താ വെച്ചാല് രാത്രി കാലത്ത് മുതൽ വൈകിട്ട് വരെ ഇപ്പോൾ നമ്മള് സിനിമയേ ഉള്ളൂ ലൈഫ്. ഒരു ദിവസം വേൾഡിൽ എവിടെ എന്തൊക്കെ ടെക്നിക്കൽ ടൈപ്പുള്ള സാധനങ്ങൾ ഇറങ്ങുന്നുണ്ടോ സിനിമയ്ക്ക് ബന്ധപ്പെട്ട് അതെല്ലാം ഒന്നെന്നറിയും. ഏതൊക്കെ സിനിമകൾ ഇറങ്ങുന്നുണ്ടോ അത് കണ്ടിരിക്കും. പുള്ളി അപ്ഡേറ്റ് ആണ്. വേറെ ആരുമില്ലാത്ത പോലെ എല്ലാ കാര്യങ്ങളും അപ്പപ്പോ അറിഞ്ഞിട്ടുണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും, അതിനെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ സിനിമയിൽ ഞാൻ ഇത്രയും കാലമാണ് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് തന്നെയാണ് ജോഷി സാറിന്റെ കൂടെ നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ ഞാനും ജോഷി സാറും കൂടെ ഒരു സിനിമ കാണാൻ പോകും. പലപ്പോഴും ഞങ്ങൾ സിനിമ കാണാൻ പോകും, സാർ എന്നെ വിളിക്കും. അവിടെ ഞാനൊരു സിനിമ കണ്ട് ഇന്റർവെല്ലാം ആകുമ്പോഴേ എൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ സാർ ഇതെൻ്റെ പോസിറ്റീവ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
നെഗറ്റീവ് എന്തൊക്കെയാണ്. അപ്പോൾ അത് നെഗറ്റീവ് ഇന്നതാണ്, പോസിറ്റീവ് ഇന്നതാണെന്ന് സാറ് പറഞ്ഞു തരും. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ പറഞ്ഞു തരുമായിരുന്നു, പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ചീത്ത വെക്കും, നീ എന്താണെന്ന് ആലോചിക്കാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശരിക്കും നമ്മളൊരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ്റെ മുകളിലുള്ളൊരു ട്രെയിനറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഇനിയുള്ളൊരു സിനിമകളിലൊക്കെ എനിക്കതൊരു ഗുണം കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കണ്ട. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ സിനിമയെന്ന് പറഞ്ഞ് ഒത്തിരി ഓടുന്നുണ്ട്. ചിലവർക്ക് നടനാവണം, ചിലവർക്ക് ഇതൊരു ഡയറക്ടർ ആവണം, അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ഇതിന് വേണ്ടി ഇപ്പൊ കിടന്ന് ഓടുന്നുണ്ട്. പക്ഷെ അതൊന്നും എത്തി നിൽക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ എൻ്റെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു ആങ്കർ ഫീൽഡിലും ചോദിക്കുന്നുണ്ട്, സിനിമയിൽ എത്താൻ വലിയ വഴിയുണ്ട്, നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നേ ഉള്ളൂ, നമുക്കൊരു കണക്ഷൻ ഇല്ല. അപ്പോൾ അവരിങ്ങനെ ഒത്തിരി ഇപ്പൊ ചെറുപ്പക്കാർ ഓടുന്നുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് ഇതിനെപ്പറ്റി? ഇപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. MBBS പഠിക്കണമെങ്കിൽ അതിനുള്ള എല്ലാ പഠിക്കണ്ടേ. ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ പഠിക്കണം അല്ലേ? ഞാൻ കണ്ടിട്ടുള്ള സിനിമയിൽ വരുന്നവന് മാത്രമാണ് ഒരു പഠിപ്പില്ലാതെ വരുന്നത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ച എത്ര അത് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 50% ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കണ്ടിടത്തോളം നാടകമാണ് പഠിപ്പിക്കുന്നത്. ഭയങ്കര നാടകവും. ഒരിക്കലും ബിഹേവ് ചെയ്യാനേ പഠിപ്പിക്കണ്ടോ. ഞാൻ തോട്ടത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് എല്ലാവരും ഡയറക്ടറൊക്കെ അങ്ങനെ അല്ല. എല്ലാ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളൊക്കെ ഞാൻ പലയിടത്തും പോയപ്പോൾ നാടകം പഠിപ്പിക്കുന്നു, ഓളിയിടാൻ പഠിപ്പിക്കുന്നു. ഇതൊന്നും വേണ്ട. നോർമലി നമ്മൾ സംസാരിക്കുന്നത് കൃത്യമായിട്ട് ചെയ്യാൻ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സിനിമയുടെ ഒരു ട്രെയിനിങ്, ഇപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് അറിയുമോ? പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് അറിയാം. അപ്പോൾ ഒരു കളരി, അങ്ങനെയുള്ള എല്ലാം നമുക്ക് നമ്മുടെ ബോഡി, പിന്നെ അതുപോലെ ബോഡിയാണ് നമ്മൾ വിൽക്കുന്നത് അല്ലേ? ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് കാലത്ത് മുതൽ വൈകുന്നേരം ഫുള്ള് ഫുഡ് അടിച്ച് തടിച്ചു വന്ന് എൻ്റെ രൂപം ഇതാണെന്നൊക്കെ പറയുന്നതിൽ കാര്യം, രൂപം പലതും ആയിരിക്കാം, ഇതൊന്നും പ്രശ്നമല്ല അല്ലേ? മലയാള സിനിമയിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ ഭംഗിയുള്ള ഒരാൾ, ഭയങ്കര സുന്ദരനായിട്ടുള്ള ആളൊന്നും അല്ല. ഭംഗിയുള്ളവരെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഭയങ്കര ചോക്ലേറ്റ് സ്വഭാവമുള്ള അല്ലെങ്കിൽ രൂപമുള്ള എത്ര പേരുണ്ട്? കയ്യിലുണ്ടാവുന്ന ആളല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളായിരിക്കണം. ഗ്ലാമർ അല്ല ഒട്ടും. ഞാൻ നല്ല ഒരു ഇതല്ല ആളുകൾ. ഞാനായപ്പോലും പലരും തോട്ട് ചെയ്ത് വെച്ചത് അങ്ങനെയാണ് ഭംഗിയുള്ളവരെ സിനിമയിൽ. നമ്മൾ നോക്കുമ്പോൾ ഭംഗിയുള്ള സിനിമ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഞാൻ പണ്ട് ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് തൃശ്ശൂർ CI പോളേട്ടനുണ്ട്, നിങ്ങൾ അറിയുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള കുറേ നല്ല നടന്മാരുണ്ട്. പുള്ളി സ്ക്രീനിൽ വന്ന് നിന്നാൽ ഈ 15 ആളപ്പുറത്ത് നിന്നിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ ലുക്ക് മുഴുവൻ പോകാൻ അങ്ങോട്ടാ അല്ലേ? ഇപ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയ ആളുകളെല്ലാം അഭിനയിക്കുമ്പോൾ നമ്മൾ ഇതിലേറ്റവും വലിയ കാര്യം വെച്ചാൽ ഈ 2 മണിക്കൂർ ബോറടിക്കാതെ ഒരാളുടെ മുഖം കണ്ടിരിക്കുക എന്നുള്ളതാണ് ഓഡിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അല്ലേ? ക്യൂരിയസ് ആയിട്ട്. അപ്പൊ അയാളുടെ മുഖത്ത് ഭാവവും അല്ലെങ്കിൽ അയാളുടെ ആക്ടിങ്ങിന്റെ പെർഫോമൻസും മാത്രമാണ് നമ്മളെ സാധനം അല്ലേ? അത് കാരണമാണല്ലോ ചില ആളുകൾ അഭിനയിച്ച പടം നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബോറടിക്കും. അപ്പൊ അതിലേക്ക് എത്താനുള്ള ഒരു കഠിന പ്രയത്നം തന്നെ വേണം. അതിനാരും മെനക്കെടാറില്ല. നമ്മുടെ അടുത്ത് അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് വരും, സാർ എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ക്യാമറ വെച്ച് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ്? അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ഇപ്പോൾ എനിക്കൊരു 2000 രൂപയുടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം അല്ലേ? നല്ല അത്ര മതി. ഒരു ക്യാമറ വേണ്ടതേ, മൊബൈലില്ലേ? മൊബൈൽ എടുത്തിട്ട് ആ മൊബൈൽ എടുത്ത് നമ്മുടെ ഫ്രണ്ടും കൂടിയിട്ട് നല്ല സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഐഫോണിൽ ഒരു ഷോട്ട് എടുത്ത് നമുക്ക് മൊബൈലിൽ നിന്ന് എഡിറ്റ് ചെയ്തുകൂടെ? എഡിറ്റ് ചെയ്തൊരു മ്യൂസിക് ചെയ്യാൻ വല്ല പണിയുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോലും ആരും മെനക്കെടുന്നില്ല. നേരെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ പലപ്പോഴും യൂട്യൂബുകളിൽ നല്ല ഷോർട്ട് ഫിലിമുകൾ നോക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ അസിസ്റ്റന്റ് ആയിട്ട് വയ്ക്കുന്ന നല്ല ഷോർട്ട് ഫിലിം ചെയ്തോടെ ഞാൻ വിളിപ്പിക്കും. അപ്പം എൻ്റെ അടുത്ത് വന്ന് കാണേണ്ട കാര്യമില്ല. അപ്പം ഞാൻ അതൊരു പ്രാവശ്യം ഞാനിത് ജോഷി സാറിൻ്റെ അടുത്തും, ജോഷി സാറ് എനിക്ക് തോന്നുന്നു ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കിയതൊരു ഷോർട്ട് ഫിലിം, തോർത്ത് നിങ്ങോട് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്ത ഒരു പയ്യനുണ്ടായിരുന്നു, ഡയറക്ടർ തോർത്തോ എന്താ പേര് എനിക്ക് പറയാം. അവനെ അടുത്ത പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ള സാധനമാണ്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് സെൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൊബൈൽ വെച്ച് അഭിനയിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമുക്കത് കണ്ടാൽ ഇഷ്ടമാവും. അല്ലാണ്ട് ഞാൻ അഭിനയിക്കും സാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് പറയുന്നതാണ്, അത് ക്യാമറയുടെ മുന്നിലത്തെ ഞാൻ ചെയ്തോളാം, അതൊക്കെ സാർ ഓക്കെ. 20-25 ഡേക്ക് നമ്മൾ എടുക്കേണ്ടി വരും ഈ ക്യാമറയുടെ മുന്നിലെത്തി അഭിനയിക്കാം എന്ന് പറയുന്ന ആളുകളുടെ കാര്യത്തിൽ. അപ്പോൾ അത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷെ
അതെല്ലായ്പ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പം നമുക്കൊരു പ്രാക്ടീസ് അല്ല. ഇപ്പം ഇന്റർവ്യൂ എടുക്കാൻ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ആദ്യത്തെ കാലങ്ങളിൽ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എത്ര ടെൻഷൻ ഉണ്ടായിരുന്നു. ചിരിച്ചിരിക്കാൻ പറ്റില്ല. എന്ത് പ്രശ്നമാണെങ്കിലും നമ്മള് വല്ല കോമഡി പറഞ്ഞാൽ പോലും അവിടെ. ഞാൻ ഏറ്റവും ടെൻഷൻ ഇന്റർവ്യൂ ടിനി ടോമിന്റെ എടുത്തപ്പോഴാണ്. ആണല്ലേ? പുള്ളിക്കാരനാണ് ഇങ്ങോട്ട് എന്നെ മാക്സിമം കരയിപ്പിക്കാൻ നോക്കുന്ന പോലെ എന്താ എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ തമാശ. അപ്പൊ ഞാൻ നെർവസ് ആയി ഭയങ്കരമായിട്ട് ടെൻഷൻ. ഭയങ്കര ഭാവമായിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ ഭാവമാണ്. പക്ഷെ അത് ചില ആളുകൾ അങ്ങനെയാണ്. ആ ചോദ്യങ്ങൾ നമുക്ക് ചില ചോദ്യങ്ങൾ കേട്ടാൽ ഭയങ്കര ഇത് അങ്ങനെയല്ല. ഇത് ആദ്യമേ നമ്മള് വെൽക്കം പറയുമല്ലോ. അപ്പൊ തന്നെ അവരിങ്ങനെ ചുമ്മാ എന്നെങ്ങനെ പ്രാങ്ക് ചെയ്ത് എന്നെ പെട്ടെന്ന് നെർവസ് ആയി. അപ്പൊ അതൊക്കെ ഭയങ്കര പേടിയായിരുന്നു ആദ്യം. ഇപ്പൊ ജോഷി സാറ് ജീവിതത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല അല്ലേ? ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. നമ്മുടെ അതും ഒരു തെറ്റായ ധാരണയല്ലേ? ചാനലിൽ വരണം, ഇന്റർവ്യൂവിൽ വന്നാണ് ആള് പ്രശസ്തനാവുള്ളൂ എന്നുള്ള തോന്നലിന് നേരെ എതിരല്ലേ? ജീവിതത്തിൽ ഇന്റർവ്യൂ കൊടുക്കാത്തൊരു മനുഷ്യനാണ് ഇന്ന് മലയാള സിനിമയുടെ നെടുംതൂണ് അല്ലേ? അപ്പൊ നമ്മുടെ ചില കൺസെപ്റ്റ് ഒന്നും ശരിയല്ല. അപ്പൊ ജോഷി സാർ എന്ന് പറയുന്ന ഒരാളുടെ കാര്യം അത്രയാണ്. ഇപ്പൊ ഈ പുരസ്കാരം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ അഭിനയിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ? അതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ സാറ് പറഞ്ഞു കേട്ടൊരു സാധനമുണ്ട്. ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയ്ക്ക് എഡിറ്റിങ്ങിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. ഇന്ന് സാറും ചെന്നൈയിലാണ്. ശങ്കുണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ എല്ലാ പടവും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ട് ചെന്നൈയിൽ നേരെ ജോഷി സാറിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുന്നേ ജോഷി സാറിൻ്റെ വീട്ടിലെത്തി സാറിന് ആണിത് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് സമർപ്പിച്ച് പോയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അന്ന് പുള്ളിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും. കാരണം പുള്ളിക്ക് അങ്ങനെ അവാർഡിന് അർഹത നേടിക്കൊടുത്ത ജോഷി സാറിന് ഒന്നുമില്ല. അത് സാധാരണ സിനിമയിലുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇതുവരെ ഒന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ വിടേണ്ട ഒരാളാണോ? എൻ്റെ രോഷമാണ് കേട്ടോ അത്. കാരണം ജോഷി സാർ ഇത് ആഗ്രഹിക്കണ പോലുമില്ല. സാറിൻ്റെ അടുത്ത് ഞാനിതുവരെ ചോദിച്ചിട്ടുമില്ല പുള്ളിയുടെ അടുത്ത്. പുള്ളി ഇത് ആഗ്രഹിക്കണേ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ പുള്ളിക്ക് ജനങ്ങളുടെ ഒരു ഭയങ്കര അംഗീകാരം കിട്ടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2020 പോപ്പുലർ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെയോ ഏഷ്യാൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോപ്പുലർ സിനിമ എടുക്കുന്ന സംവിധായകനൊന്നുമില്ല. അതാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. അപ്പോൾ എനിക്കറിയില്ല അത് എന്ത് മാനദണ്ഡമാണ് ഇവിടെ അത് കണ്ടുവെക്കുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല. പലർക്കും കിട്ടുന്നുണ്ടാവാം, പല അവാർഡുകൾ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇതൊക്കെ അഭിനയിപ്പിച്ച സംവിധായകന് ഇതൊന്നുമില്ല. അത് എന്ത് മാനദണ്ഡമാണ് ഇവിടുത്തെ അവാർഡ് കമ്മിറ്റികളെ ഞാൻ കുറ്റം പറയുന്നൊന്നല്ല. അവർക്ക് ചില ധാരണകളും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതിലെന്താ കാര്യം വെച്ചാൽ ജോഷി സാറിൻ്റെ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹമാണ്. അപ്പം ഞാൻ ലോഹിദാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ലോഹി സാറിൻ്റെ കൂടെ ലോഹി സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുക എപ്പോഴും കുറേ ആളുകളുടെ ഇവിടെ സിനിമ ചെയ്തിട്ടുണ്ടല്ലോ, ഏറ്റവും ഇഷ്ടമുള്ള സംവിധായകൻ ആരാന്ന് പറഞ്ഞപ്പോൾ ജോഷി സാർ ഒന്നും ലോഹി സാറ് പറയുന്നില്ല. ജോഷിയേട്ടൻ്റെ കൂടെ പടം ചെയ്യുമ്പോൾ ഒരു സുഖമാണ്. ഞാൻ എഴുതി വെച്ചതിൻ്റെ 100 ഇരട്ടി മുകളിലാണ് ഓരോ സീക്വൻസും. പിന്നെ അതിലും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റിൽ ഒരു വാക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് മാറ്റി കൊടുക്കണം. നോർമലി കുറേ സംവിധായകർ കണ്ടിട്ടുണ്ട്, അവർ മാറ്റി എഴുതുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു വരി മാറ്റി എഴുതി കൊടുക്കില്ല. റൈറ്റർ എഴുതി കൊടുക്കും. അപ്പോൾ ഒരു റൈറ്റർ എന്ന് പറയുന്ന ഒരാൾക്ക് ഇത്രയും ബഹുമാനം കൊടുക്കുന്നൊരു സംവിധായകൻ ഇല്ല, എൻ്റെ അറിവിലില്ല. അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന, അപ്പം അങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ലോഹി സാർ എപ്പോഴും പറയും ജോഷി സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണെന്ന് പറയും. അവർ ചെയ്ത പടങ്ങളുടെ വ്യത്യാസം നോക്കിയാൽ കൗരവർ ഗംഭീര സിനിമയായിരുന്നു. കുട്ടേട്ടൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? കുട്ടേട്ടൻ ഗംഭീര ഭയങ്കര ലവ് സ്റ്റോറിയാണ് കുട്ടേട്ടൻ. ഇതിൻ്റെ വേറൊരു സാധനമാണ് മഹായാനം. ഗംഭീര സിനിമകളല്ലേ ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സിനിമയും ഗംഭീര സിനിമയാണ്. അപ്പോൾ അതുപോലെ പിന്നെ ലോഹിദാസ് എഴുതിയപ്പോൾ കുറേ പടങ്ങൾ പല സംവിധായകരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ജോഷി എന്ന് പറയുന്ന ഒരു സംവിധായകനോട് ചെയ്യാൻ ഇന്നും പുതിയ തലമുറയിലെ ഓരോ കുട്ടി പോലും ആഗ്രഹിക്കുന്ന ജോഷി സാറിൻ്റെ ഒരു സിനിമ ചെയ്യാനാണ്. എനിക്ക് തോന്നുന്നു ഉണ്ണിമൂന്തൻ എന്ന് പറയുന്നൊരു നടനെ കുറച്ച് മുന്നേ സെലക്ട് ചെയ്തതിന് ഉണ്ണിമൂന്തൻ്റെ ഒരു സന്തോഷം ഞാൻ കണ്ടു. അവൻ ഞെട്ടിപ്പോയി. ലൈഫിൽ അവനെ ജോഷി സാർ അംഗീകരിച്ച് അവനെ വെച്ച് നായകനായിട്ടൊരു പടം ചെയ്യാന്ന് പറയുന്ന ഉണ്ണി പറയുന്ന ഏറ്റവും വലിയ ഭാഗ്യവാനല്ലേ ഈ യുവതലമുറയിലെ ഹീറോ ആയി അവനെ സെലക്ട് ചെയ്യാൻ ജോഷി സാറിൻ്റെ മനസ്സിൽ വന്നല്ലോ ഞാൻ. അതിലും വലിയ ഭാഗ്യം എന്താണ് വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഇന്ന് മലയാള സിനിമയിലെ ഓരോരുത്തരുടെയും കാര്യം. ജോഷി സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക, ഒരു വേഷം ഒന്ന് മുഖം കാണിച്ചാൽ മതി. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നോട്ടെ, എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് നിൽക്കുന്നവന് ആ മുഖത്തിൻ്റെ രൂപം കൃത്യമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ, സാറിന് പറ്റുന്ന ആളാണെങ്കിൽ മാത്രമേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോലും അവിടെ നിർത്തുള്ളൂ.
അപ്പോൾ അതാണ് ജോഷി സാർ. ആ ജോഷി സാറിൻ്റെ പിറന്നാളാണ് നമ്മളിപ്പോൾ ഇന്ന് ആഘോഷിക്കുന്നത്. കാരണം ആ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു വലിയ സിനിമയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ മെഗാ ഹിറ്റുകൾ, ഏറ്റവും വലിയ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം ആ സിനിമയുടെ കൂടെ ഉള്ള ഒരാളാണ്. അത് കാരണം ഞാനത് ആഗ്രഹിക്കുന്നു. ഒരു 3-4 വർഷം ശേഷം ഇപ്പൊ ഒരു മൂവി എടുക്കുന്നു സാർ എങ്ങനെയാണ് ഒരു നല്ല സബ്ജക്റ്റ് കിട്ടുന്നത് വരെ. കാരണം സാറ് മുന്നേയൊക്കെ സാറ് പറഞ്ഞിട്ട് ലൊക്കേഷനിലിരുന്ന് ഞാൻ എഴുതുമായിരുന്നു. അല്ല സാറല്ല എഴുതുന്ന സ്ക്രിപ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തത്. പിന്നീട് ഈ പൊറിഞ്ഞു പറയത്തിന് ശേഷം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അല്ലാതെ പുള്ളി ചെയ്യില്ല. അപ്പോൾ ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി ഒരു ആർട്ടിസ്റ്റ് കറക്റ്റായി. അപ്പോൾ ഞാൻ പലപ്പോഴും ചെല്ലുമ്പോൾ ഒരു എല്ലാ ദിവസവും ഒരു 10 സ്ക്രിപ്റ്റെങ്കിലും അവിടെ വന്നിരിപ്പുണ്ടാവും, ഓരോരുത്തർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. ഈ 10 സ്ക്രിപ്റ്റും ഒറ്റയ്ക്കിരുന്ന് വായിക്കും. അതിൽ സെലക്ട് ആവുന്നൊരു പടേ സാറ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ യുവതലമുറയിൽ ഇന്നത്തെ യുവതലമുറ റൈറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജോഷി സാറിനെ കൊണ്ടൊരു പടം ചെയ്യിക്കുക. അതിന് വലിയ അപ്പുറത്തേക്കില്ല. അല്ല, എത്ര പുതിയ ആൾക്കാരുടെ ഒന്നും കാര്യമില്ല. ജോഷി സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്യാന്നുള്ള നാഷണൽ അവാർഡ് കിട്ടിയ പോലെയാണ്. അപ്പോൾ അതിനു വേണ്ടി സ്ക്രിപ്റ്റ് വായിക്കുന്നു. ആ സ്ക്രിപ്റ്റിലെ ഓരോ ആർട്ടിസ്റ്റുകളെയും സാറ് സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്യുന്നതൊക്കെ വേണ്ട നമ്മൾ പഠിക്കണമെന്നേ. നമ്മളൊരു ക്യാരക്ടർ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും നടൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്ന പ്രശ്നമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരികയും അയാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താലേ നിൽക്കുകയുള്ളൂ, അയാൾ ഇങ്ങനെയായിരിക്കണം നടക്കേണ്ടത്, ഇങ്ങനെയായിരിക്കണം ഇരിക്കേണ്ടത് എന്നുള്ളത് ഫുൾ സ്റ്റഡീഡാണ്. അത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു സർവകലാശാലയാണ് ജോഷി സാർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ. എന്റെ വകയും ഹാപ്പി ബർത്ത്ഡേ. ഒരാളെ ഇന്റർവ്യൂന്ന് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറ്റുന്നത് വലിയൊരു കാര്യം. സിനിമ വളരെ വലിയ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടാവുമല്ലോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.